89.6 FM Sargakshetra SK Junction. Good morning and welcome to SK Junction only on Sargakshetra 89.6 FM Kadoram കരുതലായി കാലത്തിനൊപ്പം. ആൻഡ് സൂപ്പർ സ്റ്റാർട്ടിന് ശേഷം നമ്മളിതാ കുറേയധികം അപ്ഡേഷൻസും അതുപോലെ ഇൻഫർമേഷൻസും ഒക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടേക്ക് വരുന്ന അറിയാം. പക്ഷേ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഇന്നൊരു വലിയ മേഖലയെ പറ്റി അറിയാനായിട്ട് പോവാണ്. ആൻഡ് അതിന് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ഇൻഫർമേഷൻസ് നമുക്ക് പാസ് ചെയ്യാൻ കൂടെ എത്തിയിട്ടുള്ളത് ഒരു എക്സ്പേർട്ട് തന്നെയാണ്. നമുക്ക് ഏറ്റവും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി വെൽക്കം ചെയ്യാം ഡോക്ടർ അക്ക പ്രിയ വർഗീസ്. മാം, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം മാം? സുഖമായിട്ടിരിക്കുന്നു. എന്തായാലും മാമിനെ കൂടുതലായിട്ട് നമുക്ക് പരിചയപ്പെടുകയാണെങ്കിൽ ഡോക്ടർ അക്ക പ്രിയ വർഗീസ് നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജിസ്റ്റ് ആണ്. സോ സ്ത്രീകളിലെ ഹോർമോണൽ ഇംബാലൻസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ ഒരു വേൾഡിൽ ഡെഫിനറ്റ്ലി നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട്. SK ജംഗ്ഷനിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോവാണ്. സോ ഡോക്ടർ അക്ക പ്രിയ വർഗീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതെ. ഓക്കെ, അപ്പൊ ഞാൻ ഇനി അധികം ഇൻട്രൊഡക്ഷനിലേക്കൊന്നും പോകുന്നില്ല. മാം നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാണ്. സ്ത്രീകളിലെ ഹോർമോണൽ ഇംബാലൻസ് ആണ് നമ്മൾ ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്നത്. അതല്ലാതെ ഹോർമോണൽ ഇംബാലൻസ് ബോത്ത് മെൻ ആൻഡ് വിമനിൽ നമ്മൾ എപ്പോഴും കണ്ടുവരുന്നുണ്ട്. പക്ഷെ കൂടുതലായിട്ടും ഈ ഒരു കാരണം കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത് സ്ത്രീകളിലാണ് പലതരത്തിൽ. അപ്പോൾ നമുക്ക് ഇന്ന് ഏതൊക്കെ തരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസുകളാണ് ജനറലി സ്ത്രീകളിൽ കണ്ടുവരാൻ സാധ്യതയുള്ളത്, അതുപോലെ എങ്ങനെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്, അതുപോലെ തന്നെ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ ഇന്ന് SK ജംഗ്ഷനിലൂടെ നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? ശരി. ഓക്കെ. സോ ശരിക്കും എന്താണ് ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുമ്പോൾ സ്ത്രീകളിൽ? ഇതൊരു ആക്ച്വലി ഒരു വൈഡ് ടോപ്പിക്കാണ്. നമ്മൾ ഫസ്റ്റ് തിങ് അറിയേണ്ടത് വാട്ട് ആർ ഹോർമോൺസ്. ഹോർമോൺസ് എന്നാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇപ്പം നമ്മുടെ നെർവസ് സിസ്റ്റം ഒക്കെ പറയത്തില്ല, നമ്മുടെ ബ്രെയിൻ, സ്പൈനൽ കോഡ്, അതെല്ലാം നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്യുന്ന നമ്മൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ് ഈ ഹോർമോൺസ്. അത് മറ്റേത് ന്യൂറൽ മെക്കാനിസം വഴിയാണെങ്കിൽ ഇത് കെമിക്കൽ മെക്കാനിസം വഴി നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്യുന്ന, ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ ഹോർമോൺസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഗ്രന്ഥികൾ അല്ലെ എൻഡോക്രൈൻ ഗ്രന്ഥികളാണ് ഉണ്ടാക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഫംഗ്ഷൻ. ഈ നമ്മുടെ ബോഡി ഫംഗ്ഷൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല തരത്തിലുള്ള എൻഡോക്രൈൻ ഗ്രന്ഥികളാണ് നമുക്ക് ബോഡിയിലുള്ളത്. അതിൻ്റെ എല്ലാ ഒരു ഇക്വിലിബ്രിയം, അതായത് സന്തുലിത അവസ്ഥയിൽ മാത്രമേ നമുക്ക് ബോഡി പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റൂ. അപ്പൊ ഏതെങ്കിലും ഒരു ഗ്രന്ഥിക്ക് പ്രശ്നം വന്നാൽ അത് ഹോൾ ബോഡി എഫക്ട് ചെയ്യും. ഒരു സിംഗിൾ ഓർഗനിൽ മാത്രം അത് മറഞ്ഞു നിൽക്കത്തില്ല, അത് കംപ്ലീറ്റ് ബോഡി എഫക്ട് ചെയ്യും. അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്ത്രീകളിൽ കാണുന്ന കോമൺ എൻഡോക്രൈൻ പ്രോബ്ലംസ് എന്തൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ട്. നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ്, നമ്മുടെ കോമൺ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് പറഞ്ഞാൽ തൈറോയിഡ്, പിറ്റ്യൂട്ടറി, മറ്റേ പാൻക്രിയാസ്, അങ്ങനെ പല പല എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഉണ്ട്. ഇതിനകത്ത് ഓവറിയും ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡിനകത്ത് തന്നെ വരും. ഓവറിൻ ഹോർമോൺസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഈ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ കാണുന്ന തൈറോയിഡ്, ഡയബറ്റിസ്, ഒവേറിയൻ ഹോർമോൺസിന്റെ പ്രശ്നങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇതിനകത്തെല്ലാം തന്നെയും എന്തെങ്കിലും ഒരു ഹോർമോൺ എവിടെയെങ്കിലും പ്രശ്നം വന്നാൽ അത് ഹോൾ ബോഡിയെ നമുക്ക് എഫക്ട് ചെയ്യും അല്ലേ? സോ ഹോർമോണൽ ഇംബാലൻസ് ഏതൊക്കെ രീതികളിലാണ് സ്ത്രീകളിൽ ഉണ്ടാവാൻ സാധ്യത എന്നുള്ളത് നമുക്ക് ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടർ, ഇനി ശരിക്കും എങ്ങനെയാണ് സ്ത്രീകളുടെ ഹെൽത്തിനെ ഇത് എഫക്ട് ചെയ്യുന്നത് നമുക്ക് അറിയാം. ഇപ്പം നമ്മൾ സ്ത്രീകളുടെ മാത്രം ഒരു പ്രോബ്ലം ആയിട്ട് കൺസിഡർ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ പീരിയഡ്സ് ആണ്, അല്ലെങ്കിൽ ആർത്തവം. ഇതാണല്ലോ നമ്മൾ ബേസിക്കലി നമ്മൾ ഏറ്റവും വലിയ പ്രോബ്ലം ആയിട്ട് നമ്മൾ ഒരു ഗൈനക്കോളജിസ്റ്റ് ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഈ ആർത്തവമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഈ ആർത്തവ പ്രശ്നങ്ങൾ വൺ ഓഫ് ദ മെയിൻ റീസൺസ് ഹോർമോണൽ പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പൊ നമുക്കത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഏത് ഗ്രന്ഥിയുടെയും പ്രശ്നം, അപ്പൊ നമ്മൾ ഈ ഒരു പീരിയഡ്സിന്റെ പ്രശ്നം കൊണ്ട് പോകുമ്പോൾ പലർക്കും പല ടെസ്റ്റുകൾ ചെയ്യുന്ന റീസൺ ആണ് ഏതെങ്കിലും ഒരു ഗ്രന്ഥിയുടെ അബ്നോമാലിറ്റി കാരണം ഈ പീരിയഡ്സിന്റെ അബ്നോമാലിറ്റി വരാം. എങ്കിലും ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഓവേറിയാണ്. കാരണം ഓവറിയാണ് ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് പിന്നെ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺ മാസ്റ്റർ ഗ്ലാൻഡായ പിറ്റ്യൂട്ടറിയാണ്. അപ്പം ഇങ്ങനെ പല പല ലെവലിലാണ് നമുക്ക് പോകുന്നത്. പിന്നെ നമുക്ക് തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ പ്രശ്നങ്ങൾ കാരണം മെൻസ്ട്രുവൽ അബ്നോമാലിറ്റീസ് വരാം. ഡയബറ്റീസ് ഉള്ള അൺകൺട്രോൾ ഷുഗേഴ്സ് ഉള്ളവർക്കും ഇതേ പ്രോബ്ലം വരാം. പിന്നെ അത് ഒരു ഈ ചില ആൾക്കാർക്ക് ബ്ലീഡിങ് കൂടുതൽ, അങ്ങനെ പല പല പ്രശ്നങ്ങളായിട്ടായിരിക്കും മെൻസ്ട്രുവലി നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം കാണുന്ന ഈ അബ്നോമാലിറ്റി ഓഫ് ഹോർമോണൽ ഇംബാലൻസ് കാരണം ഈ ഇൻഫെർട്ടിലിറ്റി, നമുക്ക് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവാൻ പ്രയാസമുള്ളൊരു അവസ്ഥയിലേക്ക് എത്തും. എസ്പെഷ്യലി ഓവുലേറ്ററി ഇൻഫെർട്ടിലിറ്റിക്കൊക്കെ ഒരു മേജർ കോസ് ഈ ഹോർമോണൽ ഇംബാലൻസ് തന്നെയാണ്. അപ്പം അത് നമുക്ക് ഒരു വലിയ പ്രോബ്ലമാണ്. ആ കപ്പിളിനെ സംബന്ധിച്ചുള്ള ഒരു വലിയ പ്രോബ്ലമാണ് കുട്ടികൾ ഉണ്ടാവാതിരിക്കുക എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് നമ്മളൊരു കോമൺ ആയിട്ട് കാണുന്നത് നമ്മൾ ഒബീസിറ്റി. നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഒരു അഡോളസെന്റ് പോപ്പുലേഷൻ നമ്മൾ ഇവിടെ നോക്കി നമ്മുടെ കേരളം ഒരു എന്താ പറയണ്ടേ, ഒരു കുറച്ചുകൂടെ ഒരു റിച്ചർ സൊസൈറ്റി ആയിട്ട് മാറുന്ന വെച്ചിട്ട് നമ്മുടെ ഫുഡും എല്ലാ ഹാബിറ്റ്സും നമ്മുടെ ഹെൽത്ത് ഹാബിറ്റ്സും ഒക്കെ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് കാരണം നമ്മളെല്ലാവരും ഒരു കുറച്ചുകൂടെ ഒരു അമിതവണ്ണത്തിലോട്ട് കയറുന്നൊരു സ്ഥിതിയിലോട്ട് എത്തിയിട്ടുണ്ട്. അതും ഈ ഹോർമോൺ ഇംബാലൻസിന്റെ ഒരു ഭാഗവും ഇത് കാരണം ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാകുന്ന ഒരു കാരണമായി തീരും.
പിന്നെ അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങൾ, ഈ ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ കാരണം നമുക്ക് മറ്റ് അസുഖങ്ങൾ വരാം. ഷുഗർ വരാം, ഹൈപ്പർ ടെൻഷൻ വരാം, അങ്ങനെ വേറെ ഒത്തിരി പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടാകുകയും ചെയ്യും. പിന്നെ ഏറ്റവും വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം, നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ലെങ്കിലും ഒരു മെൻ്റൽ ഹെൽത്ത് ഓഫ് ദ വുമണിന് ഈ ഹോർമോണൽ ഈ ബാലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മൂഡ് സ്വിങ്സും അങ്ങനെ മാനസിക സംഘർഷങ്ങൾ, ഇതൊക്കെ ഇംബാലൻസ് വന്നാൽ നമുക്ക് വരും. അത് നമ്മൾ ആക്ച്വലി അധികം ചിന്തിക്കാത്തതും അത് വലിയ ഇമ്പോർട്ടൻ്റ് നമ്മൾ കേരള സൊസൈറ്റി കൊടുത്തിട്ടില്ലെങ്കിലും അതൊരു ഭാഗമാണ്. ഈ ഹോർമോണൽ ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മെൻ്റൽ ഹെൽത്തിന് നമുക്ക് ഇഷ്യൂസ് വരാം. അതായത് ഒരു ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുന്നത് പലപ്പോഴും കൂടുതലോ അല്ലെങ്കിൽ വളരെ കുറവോ ആവുമ്പോൾ നോർമൽ ആ ഒരു ജേർണീനെ തന്നെ എത്രത്തോളം എഫക്ട് ചെയ്യും എന്നുള്ളതാണ് ഡോക്ടർ നമുക്ക് ഇപ്പോൾ ഷെയർ ചെയ്ത് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളിൽ ഏതൊക്കെ ഭാഗങ്ങൾ, അതായത് എങ്ങനെയൊക്കെ ഇത് ബാധിക്കാനുള്ള സാധ്യതകൾ ഉണ്ടെന്നും നമ്മളിപ്പോൾ സംസാരിച്ചു. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു ടോപ്പിക് കൂടി ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോയതിനു ശേഷം തിരിച്ചു വന്നാലോ മാം? ശരി. ഓക്കെ, അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് നമ്മൾ പോകുന്നു. പാട്ടിന് ശേഷം നമ്മൾ തിരിച്ചെത്തുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ അറിയാനായിട്ട് പോകുന്നത് ഹോർമോണൽ ഇംബാലൻസ് ഇൻ വുമൻ, ആ ഒരു ടോപ്പിക് തന്നെയാണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ. കൂടെയുള്ളത് തന്നെയാണ് 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെയുള്ള തന്നെയാണ്. സോ നമ്മൾ കുറച്ച് മുൻപേ തന്നെ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി പറഞ്ഞിരുന്നതാണ്. സ്ത്രീകളിലെ ഹോർമോണൽ ഇംബാലൻസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് ആൻഡ് സംസാരിച്ച് തുടങ്ങിയിരിക്കുന്നത്. നമ്മോടൊപ്പം ഇന്ന് കൂടെ എത്തിയിട്ടുള്ളത് നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അക്ക പ്രിയ വർഗീസ് ആണ്. മാം, നമ്മൾ എന്താണ് ഹോർമോണൽ ഇംബാലൻസുകൾ എന്നുള്ളത് സംസാരിച്ചായിരുന്നു. എങ്ങനെയൊക്കെയാണ് സ്ത്രീകളിൽ ഇത് എഫക്ട് ചെയ്യുന്നത് എന്നും പറഞ്ഞായിരുന്നു അല്ലേ? സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ അടുത്തതായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എന്തൊക്കെയാണ് നോർമലി സ്ത്രീകൾ അല്ലെങ്കിൽ ജനറലി സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഹോർമോണൽ ഇംബാലൻസുകൾ? നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ കാണുന്ന ഡയബറ്റിസ് ആണ്. ഈ ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ പാൻക്രിയാറ്റിക് ഗ്ലാൻഡ് ഉണ്ട്, ആ ഗ്രന്ഥിയിൽ നിന്ന് ഇൻസുലിൻ നമ്മൾ പുറപ്പെടുവിക്കും. ഈ ഇൻസുലിൻ ഈ ഷുഗർ മെറ്റബോളിസം അല്ലെങ്കിൽ നമ്മുടെ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിന് ഏറ്റവും വേണ്ട ഒരു ഹോർമോണാണ്. ഈ ഹോർമോണിൻ്റെ ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസി കാരണം അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം നമ്മുടെ ബോഡിയിൽ ഷുഗർ മെറ്റബോളിസം നടക്കത്തില്ല. ആ ഒരു അവസ്ഥയിലാണ് ഡയബറ്റീസ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഫാമിലി, ആരുടെ ഫാമിലി എടുത്താലും ഒരു ഗ്രാൻഡ് പാരൻസ് എടുത്ത് താഴോട്ട് പോകണമെങ്കിൽ ഒരാൾക്കെങ്കിലും ഡയബറ്റീസ് കാണും. അത്ര കോമൺ ആയിരിക്കുകയാണ് ഡയബറ്റീസ്. അതുപോലെ അടുത്ത കോമൺ ഒരു കണ്ടീഷനാണ് തൈറോയിഡ്. ഒരുമാതിരി നമ്മുടെ കേരളത്തിലുള്ള കുറേ പേരും ഹൈപ്പോതൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പോതൈറോയിഡിസം ഉണ്ട്. അത് നമുക്കൊരു എന്താ പറയണ്ടേ, ഒത്തിരി കോമൺ ആയിരിക്കുകയാണ്. അപ്പോൾ സോ അതും ഒരു കോമൺ ഫാക്ടറാണ്. പിന്നെ നമുക്കുള്ളത് ഓഫ് കോഴ്സ് ഒവേറിയൻ ഹോർമോൺസിൻ്റെ പത്തോളജിയാണ്. നമ്മൾ ഈ PCOS PCOD എന്നൊക്കെ പറയുന്ന ഓവറിയുടെ ഹോർമോണൽ ഇക്വിലിബ്രിയം പോകുമ്പോഴത്തേക്ക് നമുക്കതും കാണാറുണ്ട്. പിന്നെ കുറച്ചും വേറെ ഉണ്ട്, ഗ്ലൂക്കോഗോൺ ഡെഫിഷ്യൻസി ഉണ്ട്, പിന്നെ നമ്മുടെ അഡ്രിനൽ ഗ്രന്ഥികളുടെ പ്രശ്നങ്ങളുണ്ട്, കുഷിങ് സിൻഡ്രോം, അങ്ങനെ അതൊന്നും അത്ര കോമൺ അല്ലെങ്കിലും അതെല്ലാം തന്നെ ഒരുപാട് അസുഖങ്ങൾ. അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അബ്നോർമാലിറ്റീസ് കാരണം നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ വരാം. ഇതൊക്കെയാണ് യൂഷ്വലി നമ്മൾ ഹോർമോൺസിൻ്റെ പ്രശ്നം കാരണം നമ്മുടെ കേരളത്തിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ പക്ഷേ ഫീമെയിൽ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഓവേറിയൻ ഹോർമോൺസ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ ഓവേറിയൻ ഹോർമോൺസിൻ്റെ പ്രശ്നം കാരണം നമുക്ക് ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും പ്രൊഡക്ഷൻ അബ്നോർമാലിറ്റി വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെൻസ്ട്രൽ ഡിസോർഡേഴ്സിലേക്കും റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻ, ഗർഭിണിയാവാനുള്ള പ്രയാസവും അങ്ങനത്തെ പല പല സിംറ്റംസിലോട്ടും കൂടെ നമുക്ക് വരും. സോ സ്ത്രീകൾ സാധാരണയായിട്ട് അനുഭവിക്കേണ്ടി വരുന്ന ഹോർമോണൽ ഇംബാലൻസുകൾ എത്രമാത്രം അല്ലെങ്കിൽ എത്രത്തോളം ഭീകരമാണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ശരിക്കും സ്ത്രീകളിൽ മാത്രമല്ല കേട്ടോ, പുരുഷന്മാരിലും ഹോർമോണൽ ഇംബാലൻസുകൾ നല്ല രീതിയിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് വളരെ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് സ്ത്രീകളിലെ ഹോർമോണൽ ഇംബാലൻസുകളെ പറ്റി അറിയാൻ തന്നെയാണ്. അപ്പോൾ കുറച്ച് മുൻപേ പറഞ്ഞിട്ടുള്ള ഓരോ കാരണങ്ങളും നമുക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കുക. അതിലൊരു മടി കാണിക്കാതിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളൊരു പാട്ടിലേക്ക് പോകുന്നു. പാട്ടിന് ശേഷം നമ്മൾ ഏറ്റവും അടുത്ത് തന്നെ ഈ ഒരു ടോപ്പിക്കിന്റെ, അതായത് ഹോർമോണൽ ഇംബാലൻസിനെ പറ്റി കൂടുതൽ അറിയും. സോ കേട്ടോണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ ആണ്. കൂടെയുള്ളത് അന്ന. 89.6 FM സർഗക്ഷേത്ര. SK Junction. You are listening to SK Junction only on സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. പാട്ടുകൾക്ക് ശേഷം നമ്മൾ ഭയങ്കര സന്തോഷത്തിൽ തന്നെ തിരിച്ചു വരികയാണ്. കാരണം നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആളുകളിലേക്ക് എത്തിക്കുന്നത്, അല്ലേ ഡോക്ടർ? യെസ്. ഇപ്പോൾ അതെ എന്ന് പറഞ്ഞ് സമ്മതിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ അക്ക പ്രിയ വർഗീസ് ആണ്. സോ ഡോക്ടർ, നമ്മൾ കുറച്ച് മുൻപ് എന്താണ് ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറഞ്ഞായിരുന്നു. ആൻഡ് എങ്ങനെയാണ് സ്ത്രീകളിൽ അത് എഫക്ട് ചെയ്യുന്നതെന്നും ഏതൊക്കെ ഹോർമോണൽ ഇംബാലൻസുകളാണ് സ്ത്രീകളിൽ
സ്ത്രീകളിൽ നമ്മൾ പൊതുവായിട്ട് കണ്ടുവരുന്നതും എന്നതും സംസാരിച്ചു. സോ ഇതിവിടേക്കൊക്കെ എത്തുന്നതിന് മുൻപ് നമുക്ക് ഇതിന്റെ സിംറ്റംസ് ഓരോ സ്ത്രീകൾക്കും വരാനുള്ള സാധ്യതകളുണ്ട് അല്ലെ. അപ്പോൾ നമുക്കത് നേരത്തെ കൂട്ടി മനസ്സിലാക്കാനുള്ള എന്തെങ്കിലും ഒരു ചാൻസസ് അവിടെ ഉണ്ടോ? ഏതൊക്കെ ലക്ഷണങ്ങളിലൂടെ നമുക്ക് ഒരു സ്ത്രീക്ക് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും? നമുക്കത് എല്ലാ സിംറ്റംസും എല്ലാവർക്കും കാണത്തില്ല. ഓക്കെ. പിന്നെ ഓരോരുത്തരുടെയും സ്പെസിഫിക് ആയിരിക്കും ചില സിംറ്റംസ്, സ്പെസിഫിക് ആയിട്ട് ചിലതായിരിക്കും ചില ആൾക്കാർക്ക് കാണുന്നത്. ശരി. അപ്പോൾ നമുക്കൊരു 100% ആൾക്കാർക്ക് വന്നില്ലെങ്കിലും കോമൺ ആയിട്ട് കുറേ സിംറ്റംസ് നമ്മൾ പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഡയബറ്റീസിനെ കുറിച്ച് പറയുവാണെങ്കിൽ അമിത ദാഹം, അമിതമായ ആഹാരം കഴിക്കും പക്ഷെ ശരീരം നന്നാവുന്നില്ല, അമിതമായ മൂത്രം ഒഴിക്കുക, ഇതൊക്കെ യൂഷ്വലി ഡയബറ്റീസിന് നമ്മൾ കാണുന്നതാണ്. ഡയബറ്റീസ് നമ്മൾ ഷുഗറിൻ്റെ മെറ്റബോളിസത്തിന് പ്രശ്നം വരും. അപ്പം നമ്മളിപ്പോൾ തൈറോയ്ഡ് ഹോർമോണിനെ കുറിച്ച് വരുമ്പോഴത്തേക്ക് തൈറോയ്ഡ് ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞിരിക്കുന്ന അവസ്ഥയുണ്ട്. അതിന് നമ്മൾ ഹൈപ്പോ തൈറോയിഡ്സ് എന്ന് പറയും. ഹൈപ്പോ തൈറോയിഡ്സിനകത്തുള്ള ആൾക്കാരുടെ പറയുവാണെങ്കിൽ അവർക്ക് അമിതമായി വണ്ണം വെക്കുക, അവർക്ക് ചൂടത്തിരിക്കാൻ പ്രയാസമായിരിക്കും, അവർക്ക് പൊതുവേ ഭയങ്കര ക്ഷീണമായിരിക്കും, അവർക്കൊന്നിനും എനർജി ഇല്ല, അവരെല്ലാം പെതുക്കെയായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ഒരു സിസ്റ്റത്തിലോട്ട് അവർ പോകും. ഇനി തിരിച്ച് തൈറോയ്ഡ് ഹോർമോൺസ് കൂടുന്ന അവസ്ഥ നമ്മൾ ഹൈപ്പർ തൈറോയിഡ്സ് എന്ന് പറയും. അവരിങ്ങനെ വെകിളി പിടിച്ചായിരിക്കും നടക്കുന്നത്. അങ്ങ് സാധാരണ ഭാഷ ഞാൻ പറയുവാണ്, അവർക്ക് ഭയങ്കര എല്ലാത്തിനും അങ്ങ് വെപ്രാളമാണ്, നെഞ്ചിടിപ്പുണ്ടാവും. ഈ വെപ്രാളം ആക്ച്വലി നമ്മൾ അവർക്കെല്ലാം അസ്വസ്ഥത, ഉറക്കമില്ലായ്മ, മറ്റേ തൈറോയ്ഡ് കുറവാണ് നമ്മൾ ഉറങ്ങിപ്പോവും, ഇത് ഉറക്കമില്ലായ്മ, അങ്ങനെ എല്ലാം സമാധാനമില്ലായ്മ, നെഞ്ചെടുപ്പും എല്ലാം കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുള്ളൊരു സ്ഥിതിയാണ്. അതുപോലെ നമ്മൾ ഓവറിൻ ഹോർമോൺസ് നമ്മുടെ സ്ത്രീകൾക്ക് കാണുന്നതിനകത്ത് വരുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്നത് ആർത്തവം ഒത്തിരി കൂടുതലായി പോകുന്നു. നമ്മൾ ഹെവി മെൻസ്ട്രൽ ബ്ലീഡിംഗ് എന്ന് പറയും. ഇപ്പം അത് ചില ആൾക്കാർക്ക് അപ്പോൾ അതായിരിക്കും ബുദ്ധിമുട്ട്. അപ്പോൾ അവർക്ക് അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയായിരിക്കും എന്ന് വെച്ചാൽ നമുക്ക് രക്തക്കുറവ്, ക്ഷീണം, അതിൻ്റെ നെഞ്ചിടിപ്പ്, അവർക്ക് എല്ലാത്തിനും അതിൻ്റെ പുറമെയാണ് ഈ ഹെവി മെൻസ്ട്രൽ ബ്ലീഡിംഗ്. എല്ലാ മാസവും അവർക്ക് രക്തസ്രാവം കൂടെ ആകുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അവരുടെ കാര്യം. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമ്മൾ ചില ആൾക്കാർക്കാണെങ്കിൽ ഒരു സൈക്കിൾ കഴിഞ്ഞിട്ട് അടുത്ത സൈക്കിൾ വരാൻ താമസമാണ്, ഡിലേ ചെയ്താണ് വരുന്നത്. അവർക്ക് അതും ഒരു സിംറ്റം ആകാം ഈ ഹോർമോണൽ ഇംബാലൻസിൻ്റെ. അടുത്തെന്ന് പറയുന്നത് ചില ആൾക്കാർക്കാണെങ്കിൽ ഒരു മാസം വന്ന സമയത്തല്ല അടുത്ത മാസം വരുന്നത്, അങ്ങനെ പാറ്റേണേ വ്യത്യാസം അങ്ങനെ പല രീതിയിലായിരിക്കും ഒരു സ്ത്രീയുടെ മെൻസ്ട്രൽ സൈക്കിൾസ് ഹോർമോൺ ഇംബാലൻസ് ഉള്ള ഒരാൾക്ക് മാറ്റം വരുന്നത്. പിന്നെ അടുത്ത ഒരു വെച്ചാൽ നമ്മൾ ഈ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടായി കഴിയുമ്പോൾ സ്ത്രീകളിൽ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞു ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഹോർമോൺസ് ആണ് നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ചില ആൾക്കാർക്ക് ഈ ഹോർമോൺ ഇംബാലൻസ് വരുമ്പോഴത്തേക്ക് മെയിൽ ഹോർമോൺസ് ബോഡിയിലുണ്ടാവും. അപ്പം അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ആൻഡ്രോജൻസ് കൂടും. മെയിൽ ഹോർമോൺ മെയിൻലി ആൻഡ്രോജൻസ് ആണ്. അത് കൂടുമ്പോഴത്തേക്കാണ് നമുക്ക് കുറച്ച് മുടി കൊഴിച്ചിലും കുറച്ച് ദേഹത്തിലൊക്കെ ഇച്ചിരി രോമ വളർച്ചയും അങ്ങനെ പല ശബ്ദത്തെ ചെറിയ വ്യത്യാസം, അങ്ങനെയൊക്കെ ഓരോരോ നമുക്ക് വ്യത്യാസങ്ങൾ വരും. അതും ഒരുപാട് സ്ത്രീകളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു സിംറ്റം തന്നെയാണ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമുക്കുള്ളത് ഞാൻ പറഞ്ഞു ഇൻഫെർട്ടിലിറ്റി ഒരു വലിയ ഫാക്ടറാണ്. ഗർഭിണി ആവാതിരിക്കുക. പിന്നെ കുറച്ച് പേർക്കെങ്കിലും സിംറ്റംസ് ഒന്നും കാണത്തില്ല, പക്ഷെ അവർക്ക് വേറെ എന്തിനെങ്കിലും ഒരു അസുഖത്തിന് പോകുമ്പോഴായിരിക്കും അവർക്ക് ഇങ്ങനെ ഹോർമോൺ പത്തോളജി ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ചിലപ്പം റെഫർ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലക്ഷണങ്ങൾ തന്നെയാണ് ഡോക്ടർ ഇപ്പം നമ്മുടെ അടുത്ത് ഷെയർ ചെയ്തത്. സോ കൃത്യമായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അല്ലെ, നമ്മൾ കുറച്ച് മുൻപേ സൂചിപ്പിച്ച പോലെ തന്നെ കൃത്യമായ ട്രീറ്റ്മെന്റ് നമ്മൾ എടുക്കുക, പേടിക്കേണ്ട. നമ്മൾ ചിലപ്പോൾ അമിത വണ്ണമായിരിക്കും നമുക്കുള്ള സിംറ്റം. നമ്മൾ വിചാരിക്കും കുട്ടി കഴിച്ചിട്ടാണ്, ആ കുട്ടി കഴിച്ചിട്ടായിരിക്കത്തില്ല, അതിന് ഈ ഹോർമോൺ ഇംബാലൻസ് കാരണമുള്ള വണ്ണമാകാം. അതിനെ ട്രീറ്റ് ചെയ്താൽ വണ്ണം കുറയ്ക്കാൻ പറ്റത്തില്ല. ശരിയാണ്, മനസ്സിലായില്ലേ? ഒരിക്കലും വണ്ണത്തിനെ ബോഡി ഷേമിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല, പക്ഷെ ഒരു ഹെൽത്ത് ആസ്പെക്റ്റിൽ എന്നെ കാണാൻ നമുക്ക് സാധിക്കണം. യെസ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് ഡോക്ടർ ഇപ്പൊ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്തിരിക്കുന്നത്. സോ കേട്ടോണ്ടേയിരിക്കൂ, ഇനിയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് അറിയാനുണ്ട്, കേൾക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. സോ SK ജംഗ്ഷനിലൂടെ നമുക്കിതൊക്കെ ചെയ്യാട്ടോ. You are listening to സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. Welcome back to SK Junction and you are listening to സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. കൂടെയുള്ള തന്നെയാണ് നമ്മൾ. അങ്ങനെ പാട്ടുകൾക്ക് ശേഷം വീണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. സ്ത്രീകളിലെ ഹോർമോണൽ ഇംബാലൻസിനെ പറ്റിയാണ് ഇന്ന് SK ജംഗ്ഷനിൽ നമ്മൾ പ്രധാനമായിട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നമ്മോടൊപ്പം കൂടെ എത്തിയിട്ടുള്ളത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അക്ക പ്രിയ വർഗീസ്. ഡോക്ടറെ, ഇനി എനിക്കൊരു ചെറിയ സംശയമുണ്ട്. ഇപ്പോൾ നമ്മൾ ഹാർട്ടിന്റെ പേഷ്യൻസിനൊക്കെ ഡോക്ടേഴ്സ് മരുന്നുകൾ കൊടുക്കും, അല്ലെങ്കിൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് മരുന്നുകളൊക്കെ കഴിക്കേണ്ടി വരും. പക്ഷെ ഇതിന് പാരലൽ ആയിട്ട് അവർക്ക് എന്തെങ്കിലും ടിപ്സ് കൊടുക്കാറുണ്ട്. ഇപ്പൊ എക്സസൈസ് ചെയ്യേ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആക്ടിവിറ്റിയിലൂടെ അവരുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു ചെറിയ ടിപ്സ് എന്തെങ്കിലും കൊടുക്കാറുണ്ട്.
ആ ഒരു കാര്യം നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക്, സ്ത്രീകളിലെ ഹോർമോണൽ ഇംബാലൻസ് എന്ന ടോപ്പിക്കിലേക്ക് വരുമ്പോൾ, മരുന്നുകളല്ലാതെ അതിന് പുറമെ നമുക്ക് വീടുകളിൽ ചെയ്യാനായിട്ട് പറ്റുന്ന എന്തെങ്കിലും ടിപ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഹെൽത്തിന് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ടോ ഈ ഒരു മാറ്ററിൽ? അത് അന്ന ചോദിച്ച വളരെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇപ്പൊ ഞാനിപ്പം ഒരു ഗൈനക്കോളജിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ തൽക്കാലം ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പോതൈറോയിഡ്സ് അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. നമുക്കൊരു ഫീമെയിൽ ഹെൽത്തിലോട്ട് കയറുമ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഒരു നമ്മുടെ മെൻസ്ട്രൽ അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ ഒരു ഹെർസ്യൂട്ട്, ഒരു അമിത രോമവളർച്ച, നേരത്തെ പറഞ്ഞ സിംറ്റമറ്റോളജി വെച്ച് നോക്കുവാണെങ്കിൽ ആക്ച്വലി മരുന്നിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എക്സസൈസ് ആണ്. ഓക്കെ. ബിക്കോസ് നമ്മളൊരു ചെറുതായിട്ടൊന്നും ഇതിന്റെ സയന്റിഫിക് ബേസിസ് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വണ്ണം ഉണ്ടാകുമ്പം എന്താ സംഭവിക്കുന്ന അറിയുമ്പോൾ ഈ കൊഴുപ്പ് സെൽസ് ഉണ്ടല്ലോ, അതിനകത്തും കൂടെ നമുക്ക് ഹോർമോൺസ് ഉണ്ടാവും. അപ്പം നമ്മുടെ ഓവറി ഉണ്ടാക്കുന്ന ഹോർമോൺസിന്റെ ഒരു ചെറിയ അംശം അമിതമായിട്ട് ഫാറ്റ് സെൽസിലും കൂടെ ഉണ്ടാവാൻ തുടങ്ങും. അപ്പം നമ്മുടെ ശരീരം മുഴുവൻ ഫാറ്റ് സെൽസ് ആകുമ്പോൾ ഒരുപാട് എക്സ്ട്രാ ഹോർമോൺസ് ഉണ്ടാവുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ആ ഇന്റൻസിറ്റി ഭയങ്കര ഹോർമോണിന്റെ എക്സസ് നമ്മുടെ ബോഡി കൂടുക. ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺസ് നമുക്ക് ഇങ്ങനെ വരാൻ. ഇതിന്റെ തന്നെ നമ്മളിപ്പോൾ ഒരു PCO അങ്ങനെ ഒരു ഓവേറിയൻ കണ്ടീഷനെ കുറിച്ചാണ് പറയുന്നതെങ്കിലും നമ്മൾ ഒരിക്കലും മനസ്സിൽ മറക്കേണ്ടാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ കാര്യം ബാക്കി ഹോൾ ബോഡി എഫക്റ്റഡ് ആവുകയാണ്. ഒള്ളി ഓവറിയും യൂട്രസും മാത്രമല്ല, ഹോൾ ബോഡി എഫക്ട് ചെയ്യുന്ന രീതിയിൽ ഈ ഹോർമോൺസ് എല്ലായിടവും സഞ്ചരിക്കുകയാണ്. അപ്പം ബോഡി മുഴുവൻ എക്സസ് ഹോർമോൺസ് ആവുകയാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ അമിതവണ്ണം ഉള്ള ഒരാളെന്ന് വിചാരിച്ചോളൂ. ഇപ്പൊ അമിതവണ്ണം ഉണ്ടെങ്കിൽ ഈ ഹോർമോൺ ഇംബാലൻസ് കൊണ്ടുണ്ടായ അമിതവണ്ണാണെങ്കിൽ പോലും ആ വണ്ണം നമ്മളൊന്ന് കുറയ്ക്കുവാണെങ്കിൽ ആ വണ്ണം കുറയ്ക്കുമ്പോഴത്തേക്ക് ആ കൊഴുപ്പിനകത്തുനിന്ന് ഉണ്ടാകുന്ന ഹോർമോൺസ് കുറയും. അപ്പം ബോഡിക്ക് വീണ്ടും ആ നോർമൽ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. ഓ നൈസ്. മനസ്സിലായോ? അപ്പൊ ഈ എക്സസൈസ് എന്ന് പറഞ്ഞൊരു നിഷ്ഠ പോലെ നമ്മൾ കരുതേണ്ടതാണ്. അത് കൃത്യമായി ചെയ്യുക, എന്നും ചെയ്യുക, എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്. അത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ കുറേ പേരെന്ന് വെച്ചാൽ നമ്മളൊരു പർട്ടിക്കുലർ ഒരു മെൻസ്ട്രൽ ഇറഗുലാരിറ്റി വരും. അപ്പം നമ്മൾ ഡോക്ടറെ കാണും. അപ്പം ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പറയും വണ്ണം കുറയ്ക്കണം എന്ന്. അപ്പം ആ ഒരു സീരിയസ്നെസ്സിന്റെ കൂടി നമ്മൾ വണ്ണം കുറയ്ക്കും. പക്ഷെ അതൊന്ന് ശരിയായി കഴിയുമ്പോൾ വീണ്ടും വണ്ണം വെക്കും. അല്ലെങ്കിൽ എന്താ സംഭവിച്ചാൽ ഒരു മാസമൊക്കെ കഷ്ടിമുഷ്ടി നമ്മൾ കഴിപ്പൊക്കെ ഒന്ന് കുറയ്ക്കും. അങ്ങനെയൊക്കെ ചെയ്തങ്ങ് എക്സസൈസും ചെയ്യും. പക്ഷെ വണ്ണം കുറയുന്നില്ല. അപ്പത്തേക്ക് നമ്മളങ്ങ് ഡീമോട്ടിവേറ്റഡ്. എന്റെ വണ്ണം കുറയ്ക്കത്തില്ല. ഒരു കോമൺ സെൻസ് ഞങ്ങൾ കണ്ടിട്ടുള്ള പച്ചവെള്ളം കുടിച്ചാലും വണ്ണം വെക്കുന്ന ശരീരമാണ്. അങ്ങനെ ഒരു ശരീരം ഇല്ല. അപ്പൊ ഉള്ളതെന്ന് വെച്ചാൽ നമ്മള് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് രീതിയിൽ ഒരു കണ്ടിന്യൂസ് നിഷ്ഠ പോലെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ഒരു 2 മാസം കൊണ്ട് നമുക്ക് എഫക്റ്റ് ബോഡി വരത്തുള്ളൂ നടപ്പിന്റെ. നടക്കാന്ന് വിചാരിച്ചു ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്ന നടപ്പാണ്. ഏത് ടൈപ്പ് ഓഫ് എക്സസൈസും ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള, ഏറ്റവും കൺവീനിയന്റ് ആയിട്ട് നമുക്ക് ഏതാണോ, ഇവൻ സൂംബയാണോ, എന്തായാലും നമുക്ക് വാക്കിംഗ് ആകാം, എറോബിക് എക്സസൈസ് ആകാം, അങ്ങനെ പല ടൈപ്പ് ഓഫ് എക്സസൈസ് ഉണ്ട്. ഏതും ഞാൻ പറയുന്നില്ല. ബട്ട് വാട്ട് എവർ യു ഡു നമ്മൾ ആ ചെയ്യുന്ന സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുക, കൃത്യമായിട്ട് ചെയ്യുക. ആ ചെയ്യുന്നതിന്റെ എഫക്റ്റ് കാണാൻ നമുക്കൊരു 2 months എടുക്കും. ആ 2 months കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യണം. നമുക്ക് ഈ ഒരു നമ്മളൊരു റീസൺ കാരണം മോട്ടിവേറ്റഡ് നമ്മൾ എക്സസൈസ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സ്വയമായി ഡീമോട്ടിവേറ്റഡ് ആവാൻ പാടില്ല. വി ഷുഡ് കണ്ടിന്യൂ വിത്ത് എക്സസൈസ്. അപ്പം ഗ്രാജുവലി നമ്മുടെ ഹോർമോൺ ലെവൽസ് നോർമൽ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു പരുവം വരെ നമുക്ക് മെഡിസിൻസ് ഇല്ലാതെ തന്നെ നമ്മുടെ ഈ ഒവേറിയൻ പത്തോളജിയിലുള്ള ഒവേറിയൻ ഹോർമോൺ ഇംബാലൻസ് നമുക്ക് ഒരു പരുവം വരെ നമുക്ക് കൺട്രോൾ ആക്കാൻ പറ്റും ത്രൂ എക്സസൈസ്. ബിക്കോസ് അതിന് സയന്റിഫിക് ബേസിസും ഉണ്ട്. ഇന്നും ഇത് മാത്രമല്ല, ഇതിപ്പോൾ ഒവേറിയൻ ഹോർമോൺസ് കാരണം യൂട്രസിന് മാത്രമല്ല, ഇത് നടക്കുമ്പോഴത്തേക്ക് വേറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഡയബറ്റിസ് നോർമലാവും. മനസ്സിലായോ? നമ്മുടെ കൊളസ്ട്രോൾ നോർമലാവും. ടോട്ടൽ ബോഡിയാണ് ബെറ്റർ ആവുന്നില്ല. യൂട്രസും ഓവറി മാത്രമല്ല, ഇറ്റ് ഇസ് എ ടോട്ടൽ ബോഡി ഹെൽത്തിനാണ് നമുക്ക് എക്സസൈസ് ഇമ്പോർട്ടന്റ് ആണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സസൈസ് എന്നുള്ളത്. ഒരിക്കലും പിന്നെ ഓരോരുത്തരുടെ ഹെൽത്ത് പരിമിതികൾ ഉണ്ടാവും. അതനുസരിച്ച് ഹെൽത്ത് ചെയ്യേണ്ടത്, എക്സസൈസ് ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമുക്ക് ആവാത്ത ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ലോകത്തുണ്ട്. ഇപ്പോൾ ഡോക്ടർ കുറച്ച് മുൻപേ പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് എന്നെ തന്നെയാണ് കേട്ടോ, വേറൊന്നല്ല. ഇപ്പോൾ 2 മാസം കഴിഞ്ഞാലേ നമുക്ക് ആ ഒരു ചെയ്തതിൻ്റെ ഒരു എഫക്റ്റ് ആക്ച്വലി അല്ലെങ്കിൽ ഒരു റിസൾട്ട് നമ്മുടെ ബോഡിയിൽ ഫീൽ ചെയ്യുള്ളൂ. ഞാനൊക്കെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതിപ്പോൾ എന്തൊന്നും കുറയണമൊന്നുമില്ലല്ലോ, അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അത് ഉപേക്ഷിക്കുന്ന ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എനിക്ക്. കോമൺ ആണ്, എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ എനിക്ക് എന്നെ പോലെയുള്ള ഉപേക്ഷിച്ച, അതായത് ഒരു പാതി വഴിയിൽ അവരുടെ ആ ഒരു എക്സസൈസ് ജേണി ഉപേക്ഷിച്ചവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഡോക്ടർ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. കുറച്ചധികം നാൾ കഷ്ടപ്പെട്ടാലേ ആൻഡ് അത് കണ്ടിന്യൂ ചെയ്താലേ ആ ഒരു റിസൾട്ട് എക്കാലത്തും നമ്മുടെ ബോഡിയിൽ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ കുറച്ച് മുൻപേ ഡോക്ടർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. അതായത് നടക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്സസൈസ് ഏതാണെന്ന് ഡോക്ടേഴ്സിനോട് തന്നെ, നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിനോട് തന്നെ ചോദിക്കുക. അല്ലാണ്ട് വെറുതെ അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വേറെ പ്രശ്നമാവാനുള്ള സാധ്യതകളുണ്ട് അല്ലെ. അപ്പോൾ ആ ചെയ്യുന്നത് കൃത്യമായിട്ട്
കൺസിസ്റ്റൻസി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഒപ്പം തന്നെ ഇപ്പോൾ വേറെ ഏതെങ്കിലും പ്രശ്നങ്ങൾ, ഇപ്പോൾ ഷുഗർ, പ്രഷർ, അങ്ങനെ കുറേയധികം ലൈഫ് സ്റ്റൈൽ ഡിസീസസും നമുക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇതിനൊക്കെ മേ ബി അതൊരു മാറ്റം ആവാൻ സാധിക്കുകയാണെങ്കിൽ അത് തന്നെയല്ലേ ഏറ്റവും വലിയൊരു മരുന്ന്. അപ്പൊ ആ ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരു ഗംഭീര പാട്ടിലേക്ക് പോകുന്നു. പാട്ടിന് ശേഷം നമ്മൾ ഇതേ വൈബിൽ, ഇതേ എനർജിയിൽ തിരിച്ചെത്തും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തെ പറ്റി കൂടുതൽ അറിയാൻ. സോ യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ. കൂടെയുള്ളത് അന്നയാണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. നേരത്തെ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്, തിരിച്ചെത്തിയിട്ടുണ്ട്. ആൻഡ് കൂടെ നമ്മുടെ ഒപ്പം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അക്കാപ്രിയ വർഗീസ് കൂടെ തന്നെ ഉണ്ട്. സോ വിമൻസിൽ കണ്ടുവരുന്ന ഹോർമോണൽ ഇംബാലൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഒരു ഏകദേശം ഒരു മണിക്കൂർ നമ്മുടെ ജേർണി ഇപ്പോൾ തീർന്നിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് മണിക്കൂറിലേക്ക് കടന്ന് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റി തന്നെയാണ് ചോദിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭക്ഷണം എന്ന് പറയുന്നത്, അല്ലേ? ഫുഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഓരോരുത്തർക്കും ഇപ്പോൾ കണ്ടുവരുന്ന പലതരത്തിലുള്ള അസുഖങ്ങളും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് റൂട്ടീൻ ഫോളോ ചെയ്യാത്തതിൻ്റെ കാരണത്തിലായിരിക്കും, അല്ലേ? സോ ഭക്ഷണം നമ്മൾ കഴിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. കുറേയധികം ആളുകൾക്ക് മേ ബി വരാതിരിക്കട്ടെ, പല അസുഖങ്ങളും വരുന്നത് ഈ ഒരു കാരണം കൊണ്ടായിരിക്കും. സോ ഇനി വിമൻസിന്റെ ഹോർമോണൽ ഇംബാലൻസ് നമ്മൾ വീണ്ടും എടുക്കുകയാണെങ്കിൽ, ഭക്ഷണത്തിന് നമ്മളൊന്ന് റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഏതൊക്കെ ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് ജനറലി ആളുകളിൽ ഇത്തരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസുകൾ വരാനുള്ള സാധ്യതകളുള്ളത് മാം? ഇത് വളരെ പ്രധാനപ്പെട്ട, നേരത്തെ നമ്മൾ പറഞ്ഞത് എക്സസൈസിനെ കുറിച്ചാണ്. അത് അതിന്റെ എന്താ ഈ ട്രൈപോഡ് പോലെ എടുക്കുവാണെങ്കിൽ ഒന്ന് എക്സസൈസ്, ഒന്ന് ഡയറ്റ്, ഒന്ന് മെഡിക്കേഷൻസ്, അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഭക്ഷണ ക്രമീകരണം. അപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കാണുന്നത്, നമ്മൾ വാട്ട് ആർ ദ ലീഡിങ് കോസസ്. നമ്മൾ പഴയ ഒരു കാലം വെച്ച് ഇന്ന് ചേഞ്ച് ചെയ്യുവാണെങ്കിൽ, ഓൾഡ് ജനറേഷൻ ഇത് കുറച്ചുകൂടി എളുപ്പമാണ്. പണ്ട് എല്ലാവരും വീട്ടിൽ നിന്ന് കഴിച്ചു, വീട്ടുണ്ടാക്കുന്ന ആഹാരം മാത്രം കഴിച്ചു. അതിനകത്ത് പക്ഷെ ഇന്ന് കാലം മാറി, എല്ലാവരും ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇപ്പം ഒരു അഡോളസെന്റ് ഏജ് ഗ്രൂപ്പ്, ഒരു 25-30 ഇയേഴ്സ് വരെ ഉള്ളവരെ ചോദിക്കുവാണെങ്കിൽ അവർക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിനേക്കാളും ഇഷ്ടം ചിലപ്പം പുറത്തുള്ള ഫുഡ് തന്നെയാണ്. ഡെഫിനറ്റ്ലി. ഇപ്പൊ ഈ ഇരിക്കുന്ന അന്നയോട് ചോദിച്ചാൽ അന്ന പറയും എന്തോ അന്നെ കൂടുതൽ കഴിക്കുന്നത്. സത്യം. അത് ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്തേ പറ്റൂ. കോഴ്സ് ഈ അവോയ്ഡ് ചെയ്യുന്ന വെച്ചാൽ ജീവിതകാലം ഒന്നും കഴിച്ചതല്ല പ്രശ്നം, നമ്മൾ പക്ഷെ സ്ഥിരമാക്കാൻ പാടില്ല. ഓക്കെ, നമ്മളൊരു ആഴ്ചയിൽ ഒരെണ്ണം കഴിച്ചു എന്ന് പറഞ്ഞാൽ അത് അത്ര ഹാനികരമായിരിക്കത്തില്ല. പക്ഷെ നമ്മളത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ദിവസവും അതൊരു പാർട്ട് ആൻഡ് പാർസലാകുമ്പം നമ്മളൊരു വലിയ ബേർഡൻ നമ്മുടെ ദേഹത്തോട്ട് എടുക്കുകയാണ്. ഫാറ്റ് ആകും. നേരത്തെ ഫാറ്റിന്റെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ അതിനകത്തൊക്കെ തന്നെ ഒത്തിരി ഫ്രൈഡ് ഫുഡ്, അതിനകത്ത് എന്തൊക്കെ പറഞ്ഞാലും കുറേ നമുക്ക് ബോഡിക്ക് വേണ്ടാത്ത കുറേ സാധനങ്ങൾ, പ്രിസർവേറ്റീവ്സ് ആകട്ടെ, ഒത്തിരി വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഓവുലേഷനെയും അണ്ടോൽപ്പന്നത്തിനെയും എല്ലാം എഫക്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ്. സോ ജങ്ക് ഫുഡ്, ബേക്കറി ഐറ്റംസ്, നമ്മൾ കാണുന്ന ഈ എന്താ പറയുക ഹൈ കാലറി ഫുഡ് ഉണ്ടല്ലോ, പേര് വെച്ച് ഞാൻ പറയുന്നില്ല, എങ്കിൽ പോലും നമുക്കറിയാം ഇപ്പോഴത്തെ പിള്ളേർക്ക് വേണ്ട ഉള്ള റോൾസ് ഉള്ള ഇതും ഇറ്റ് ഈസ് ഓൾ ടു ബി അവോയ്ഡ് ചെയ്തേ പറ്റൂ. പിന്നെ ഇത് നമുക്ക് ഒരു അസുഖം വന്നിട്ട് മാറ്റുന്നതിനെക്കാട്ടിലും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിന്റെ പാർട്ടിലോട്ട് നമ്മൾ കയറിയേ പറ്റൂ. നമുക്ക് അസുഖം വന്നിട്ട് മാറ്റാൻ നമുക്ക് ബേർഡനാണ്, നമുക്ക് അസുഖത്തിന്റെ വിഷമമുണ്ട്, അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഫുഡും കൂടെ. പക്ഷേ ലെറ്റ് us കൾട്ടിവേറ്റ് ദാറ്റ് ഹാബിറ്റ്. നമ്മൾ പിള്ളേർക്ക് തന്നെ ഈ കൊച്ചിലെ തൊട്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വീട്ടിലെ സാധനങ്ങൾ ഉണ്ടാക്കാം. മനസ്സിലായി? ഇപ്പം ഒരു ഏത്തയ്ക്ക പുഴുങ്ങുക, അല്ലെങ്കിൽ ഒരു ഏത്തയ്ക്കാപ്പത്തും പുറത്തുനിന്ന് മേടിക്കാതെ, അങ്ങനെ ഒരു ആസ്പെക്റ്റിലോട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുക. സോ ജങ്ക് ഫുഡാണ് ഇപ്പോഴത്തെ ഏറ്റവും അഡോളസൻസ് നമ്മൾ കാണുന്നവർക്കെല്ലാം നമ്മളൊരു ബേസിക് ആയിട്ട് ഒബീസാണ്, ഒബീസ് അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ആണ്. അങ്ങനെ കുഞ്ഞുങ്ങൾക്കെല്ലാം ലോങ് ടൈം എഫക്ട്സ് ഉണ്ടാവും. അപ്പം നമ്മളത് പ്രിവെൻറ്റ് ചെയ്തേ പറ്റൂ. ആസ് എ സൊസൈറ്റി കേരള ഹാസ് ടു ഗ്രോ അപ്പ്. ആ ഒരു ഐഡിയൽസ് നമ്മൾ ഇച്ചിരി മാറണം. നമുക്ക് എല്ലാ എളുപ്പത്തിൽ കാര്യങ്ങൾ, എല്ലാവർക്കും ജോലിയുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഹെൽത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫുഡ് നമ്മൾ കൺട്രോൾ ചെയ്തേ പറ്റൂ. പ്ലീസ് അവോയ്ഡ് ജങ്ക് ഫുഡ്സ് ആൻഡ് ഹൈ കാലറി ഫുഡ്സ്. ഓക്കെ, നമുക്കത് പ്രാവർത്തികമാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സൊസൈറ്റി കൂടി ആയി മാറിയിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രശ്നമുള്ള ഒരു കാര്യം, അല്ലേ? ഇപ്പൊ ഡോക്ടർ കുറച്ച് മുൻപേ പറഞ്ഞ പോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് എല്ലാവർക്കും, ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, എല്ലാ ഏജ് കാറ്റഗറീസിലുള്ള ആളുകൾക്കും ഇപ്പോൾ പുറത്തുനിന്നുള്ള ഫുഡാണ് ഏറ്റവും ഇഷ്ടം. അത് പലതരത്തിലും നമ്മളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു വഴിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ മാക്സിമം നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. കൃത്യമായിട്ട് ആരാണോ ആ ഒരു ബെസ്റ്റ് ഫുഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു നല്ല ഫുഡ് തന്നെ കഴിച്ച് നമ്മുടെ ലൈഫ് ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ. കൂടെ തന്നെ നമുക്ക് അറിയാനുള്ള മറ്റൊരു കാര്യം,
ഇപ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് നമ്മൾ സംസാരിച്ചു അല്ലേ? ഏതൊക്കെ ഫുഡ് കഴിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രശ്നങ്ങൾ, ഹോർമോണൽ ഇംബാലൻസുകൾ വരാനുള്ള സാധ്യത എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിന് വിപരീതമായിട്ട് നമ്മൾ ചോദിക്കുകയാണ്, ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും കഴിക്കേണ്ടത്? ബിക്കോസ് നമുക്ക് നേരത്തെ പറഞ്ഞതിനും വീട്ടിലെല്ലാം ഉണ്ടാക്കുന്ന എല്ലാ സാധനവും ഇതുപോലെ ഹെൽത്തി ആണെന്നില്ല. നമ്മുടെ എണ്ണ കുറച്ചുണ്ടാക്കുക. അതെ, എണ്ണ കുറച്ചുണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും എല്ലാവരോടും എനിക്ക് വരുന്ന പേഷ്യൻസിനോട് ഞാൻ അഡ്വൈസ് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പം ഉപയോഗിക്കുന്ന എണ്ണ എത്ര ഉപയോഗിക്കുന്നു അതിൻ്റെ പകുതിയാക്കുക ആദ്യം. ആ പകുതിയാക്കുമ്പോഴത്തേക്കുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് പൈസ ലാഭിക്കുക എണ്ണയുടെ മേടിക്കുക. പിന്നെ സെക്കൻഡ് തിങ്, ഫുഡിൻ്റെ ടേസ്റ്റ് കുറയും, നാച്ചുറലി ഫുഡിൻ്റെ കുറയും. പിന്നെ കുറച്ചുകൂടെ നമ്മൾ ഈ നോൺ വെജിറ്റേറിയൻസ് കൂടുതൽ കഴിക്കുവാണെങ്കിൽ, നമ്മൾ ഒബീസുള്ള ആൾക്കാർ വെയിറ്റ് റിഡക്ഷൻ ആണെങ്കിൽ കുറച്ച് വെജിറ്റേറിയൻ ഡയറ്റിലോട്ട് കയറുമ്പോൾ നാച്ചുറലി തന്നെ വെയിറ്റ് കുറയും. കാരണം നമുക്ക്, ഞാൻ വേറൊന്നുമല്ല, പ്രാക്ടിക്കലായിട്ട് ടിപ്പാണ് പറയുന്നത്. ആക്ച്വലി വെറും പ്രാക്ടിക്കൽ ടിപ്പാണ്. കാരണം നോൺ വെജിറ്റേറിയൻ കഴിച്ച് ശീലിച്ച ഒരാൾക്ക് വെജിറ്റേറിയൻ ഫുഡിനോട് അത്രയും ഒരു ഇഷ്ടം തോന്നില്ല. ആ ഇഷ്ടം തോന്നാത്തതുകൊണ്ട് നമ്മുടെ ക്വാണ്ടിറ്റി കുറയ്ക്കും. സോ നമ്മൾ പിന്നെയും നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ഹോട്ടലിൽ പോയിട്ട് വെജിറ്റേറിയൻ ഫുഡും നോൺ വെജിറ്റേറിയൻ ഫുഡും യാതൊരു വ്യത്യാസവും ഇല്ല. അതിനകത്ത് എല്ലാം ഓയിലാണ്. സോ അതുകൊണ്ട് ഒരു പ്രയോജനം. അപ്പം വീട്ടിലുണ്ടാക്കുന്ന വെജിറ്റേറിയൻ ഫുഡും വീട്ടിൽ ഓയിൽ ഫ്രീ ആയിട്ട് കൂടുതൽ ഉണ്ടാക്കുകയും ടേസ്റ്റ് ഇച്ചിരി കുറയും. അത് വിചാരിക്കരുത്. ഞാൻ അതുപോലെ പറഞ്ഞു, കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഏത്തക്കാപ്പം ഉണ്ടാക്കി കൊടുക്കാതെ നമ്മൾ ഏത്തക്ക പുഴുങ്ങി കൊടുക്കുക. പിന്നെ അവല്, അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് ആരെയും പട്ടിണി കിടത്താൻ നമ്മൾ ഇച്ചിരി വണ്ണം കൂടി നമ്മൾ ആരെയും പട്ടിണി കിടത്തി അവരെ ഇല്ല, ഒരു ഉദ്ദേശവും ഇല്ല. പക്ഷേ ദേ ഷുഡ് ബി ഗിവൻ ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റ്. അപ്പം ഇത് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, കറക്റ്റ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻസ് ചെല്ലണം, കറക്റ്റ് എമൗണ്ട് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് മതി, ഫാറ്റും കറക്റ്റ് ലെസ് ദാൻ 20% ഫാറ്റും മതി, കാലറി ഒബീസിറ്റി അനുസരിച്ചുള്ള കാലറി ഇൻടേക്ക് മതി. പിന്നെ നമ്മുടെ ഗ്രീൻസ് ചെല്ലണം, വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഹെൽപ്പിങ്സ് ചെല്ലുന്നേ പറ്റൂ. അങ്ങനെ എല്ലാം കൂടെ സന്തുലിതമായ ഒരു ഫുഡ് ബാലൻസിലേക്ക് നമ്മൾ കയറിയാൽ മാത്രമേ നമുക്ക് ഫുഡ് കറക്റ്റായിട്ട് പോകത്തുള്ളൂ. അപ്പം അവോയ്ഡ് ചെയ്യേണ്ടത് അവോയ്ഡ് ചെയ്യുക, വീട്ടിലുണ്ടാക്കി നമ്മൾ കഴിക്കുന്നതും കുറച്ച് ഹെൽത്തി ആക്കുക, അതിനും കൂടെ നമ്മൾ ശ്രമിക്കണം. ഓക്കെ, എന്തായാലും നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം. ഒരു ചായ കുടിക്കാനുള്ള ഗ്യാപ്പിൽ ഞങ്ങൾ രണ്ടുപേരും പോകുമ്പോൾ നിങ്ങൾക്കൊരു പാട്ട് ഇപ്പം തന്നെ വരുന്നുണ്ട്. പാട്ടിന് ശേഷം നമ്മളും തിരിച്ചു വരും അല്ലേ ഡോക്ടർ? യെസ്, ഓക്കെ. സോ കേട്ടോണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM കൂടെയുള്ളത് തന്നെയാണ് 89.6 FM സർഗക്ഷേത്ര. SK Junction. You are listening to SK Junction only on സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെയുള്ള തന്നെയാണ്. ആൻഡ് നമ്മോടൊപ്പം ഇന്ന് കൂടെ എത്തിയിട്ടുള്ളത് ഡോക്ടർ അക്കാപ്രിയ വർഗീസ് ആണ്. ഡോക്ടർ ഏകദേശം 21 വർഷങ്ങളായിട്ട് അല്ലെ ഹെൽത്ത് കെയർ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രേറ്റ് ഡോക്ടറാണ്. ഇപ്പോൾ 3 വർഷമായിട്ട് നമ്മുടെ സ്വന്തം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. സോ ഡോക്ടറെ, പ്രായപൂർത്തിയായിട്ടുള്ള എല്ലാ സ്ത്രീകളും ഫേസ് ചെയ്യുന്ന, ഇന്നത്തെ കാലത്ത് മിക്ക സ്ത്രീകളും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇറഗുലർ പീരിയഡ്സ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിനെ എങ്ങനെയൊക്കെ ബാധിക്കാനുള്ള സാധ്യതകൾ വരുന്നുണ്ട്? ഇത് വളരെ എന്താ പറയണ്ടത്, നമ്മളിപ്പം ചില ആൾക്കാർക്ക് പലർക്കും പലതായിട്ടായിരിക്കും വരുന്നത്. ചില ആൾക്കാർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, PCO പോലത്തെ കണ്ടീഷൻസ് വരുമ്പോഴത്തേക്ക് ചില ആൾക്കാർക്ക് കുറച്ച് നാളത്തേക്ക് പീരിയഡ്സ് കാണത്തില്ല. ഒരു 3 to 4 months പീരിയഡ്സ് ഇല്ല. പിന്നെ പക്ഷേ അങ്ങ് പീരിയഡ്സ് അങ്ങ് വരും, ഭയങ്കര ഹെവി ഫ്ലോ ആയിരിക്കും. അപ്പം നമ്മൾ അതായത് ഒരു പീരിയഡ്സ് ഇല്ലാത്തൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഹെവി ബ്ലീഡിങ് വരും. അത് ചിലപ്പോൾ ഒരു മാസത്തോളം നിൽക്കും. ആ ബ്ലീഡിങ് കഴിഞ്ഞിട്ട് അവർക്ക് അനീമിയയുടെ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാം. ചില ആൾക്കാർക്കാകട്ടെ ഈ ഹോർമോൺ ഇംബാലൻസ്, എസ്പെഷ്യലി നമ്മൾ ഈ മെയിൽ ഹോർമോൺസ്, ഫീമെയിൽ ഹോർമോൺസ്, ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ബോഡിയിലൊരു ഇക്വിലിബ്രിയം ലൂസ് ചെയ്യുമ്പോഴാണല്ലോ ഈ പ്രശ്നം വരുന്നത്. അങ്ങനെ വരുമ്പോൾ അവർ സൈക്കിളിന്റെ റിതമാണ് തെറ്റുന്നത്. അപ്പം ഭയങ്കര തെറ്റി വരും. ഈ മാസം ഒരു ഡേറ്റിന് വന്നാൽ അടുത്ത മാസം ചിലപ്പോൾ ഒരു 45 days കഴിഞ്ഞു, ചിലപ്പം അങ്ങനെ ഇറഗുലർ ആയിട്ട് സൈക്കിൾസ് വരാൻ തുടങ്ങും. എന്നാൽ അവർക്ക് എല്ലാം ഒരു 1.5 മാസം കൊണ്ടൊക്കെ പിരിച്ച് ആ ഇറഗുലർ, ചിലപ്പം 20 days, അങ്ങനെ ആ ഇറഗുലാരിറ്റി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരുണ്ട്. പിന്നെ കുറേ പേർക്ക് ഈ ഒരു ബ്ലീഡിങ് തുടങ്ങിക്കഴിഞ്ഞാലും ഇങ്ങനെ കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ ഈ സ്പോട്ടിങ് പോലെ കുറച്ച് അതെല്ലാം ഒരു ഹോർമോൺ ഇംബാലൻസിൻ്റെയാണ്. അതായത് ടോട്ടലി പറഞ്ഞാൽ മെൻസ്ട്രുവേഷന് ടോട്ടലി തന്നെ ഒരു എല്ലാ പേഷ്യൻസിനെ മെൻസ്ട്രുവേഷൻ ഈ ഹോർമോൺ ഇംബാലൻസ് വന്നാൽ ടോട്ടലി എഫക്റ്റഡ് ആവും. അതെ, ഒരു ലേഡിക്ക് വരുന്ന അബ്നോമാലിറ്റി ആയിരിക്കത്തില്ല വേറൊരു ലേഡിക്ക് വരുന്നത്. പിന്നെ നമ്മുടെ ഓവേറിയൻ ഹോർമോൺസ് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞാൽ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തൈറോയിഡിന് പ്രശ്നമുള്ള ആൾക്കും ബ്ലീഡിങ് അബ്നോമാലിറ്റി വരാം. ഡയബറ്റീസ് ഉള്ള ആൾക്കും ബ്ലീഡിങ് അബ്നോമാലിറ്റി വരാം. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തൈറോയിഡ് നോക്കും. എന്തിനാ തൈറോയിഡ് നോക്കുന്നത്, ഇതിന് വന്നതെന്ന് വെച്ചാൽ അത് നോക്കിയേ പറ്റൂ. ഓൾ ആർ കണക്ട്, എല്ലാ ഹോർമോൺസും കാണാം. അപ്പം നമുക്ക് അതാണ് നമ്മളിപ്പോഴും പറയുന്നത്, എല്ലാത്തിൻ്റെ ഇക്വിലിബ്രിയം ശരിയാക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. പിന്നെ ചിലപ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ചില ആൾക്കാർക്ക് ഈ ബ്ലീഡിങ് കൂടുമ്പോൾ, എസ്പെഷ്യലി ഒരു പ്രായം കൂടെ കുറച്ച് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അവർക്ക് ബ്ലീഡിങ്ങിൻ്റെ ഒരു സ്കാനും കൂടെ കഴിയുമ്പോൾ നമ്മൾ ഇൻറ്റർമീഡിയറ്റ് തിക്നെസ് ഒക്കെ ഒത്തിരി ഹെവി ആണെങ്കിൽ ചിലപ്പോൾ അവർക്കൊരു DNC പോലത്തെയൊക്കെ നമ്മൾ പറയും.
അങ്ങനെ അങ്ങനത്തെ മാനേജ്മെന്റ് നമ്മൾ കയറും. പിന്നെയും ചില ആൾക്കാർക്ക് ബ്ലീഡിങ് അബ്നോർമാലിറ്റി അനുസരിച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് മെഡിക്കേഷൻസ് ഒക്കെ കൊടുക്കേണ്ടി വരും. മനസ്സിലായി? ചിലർക്ക് പീരിയഡ്സ് വരുത്താൻ വേണ്ടി മെഡിക്കേഷൻസ് കൊടുക്കണം, ചിലർക്ക് പീരിയഡ്സ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി മെഡിക്കേഷൻസ് കൊടുക്കണം. അങ്ങനെ നമ്മൾ ഓരോ പേഷ്യന്റിനെയും നമ്മൾ ഓരോ രീതിയിലായിരിക്കും അവരുടെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും നമ്മൾ മാനേജ് ചെയ്യുന്നത്. നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു വിഷയത്തെ പറ്റി നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ പലർക്കും അറിയാവുന്ന ഒരു കാര്യം, നമ്മുടെ ഇന്നത്തെ ഒരു ടോക്കിൽ കുറേ തവണ വന്നൊരു കാര്യം തന്നെയാണ് PCOSനെ പറ്റി അല്ലെങ്കിൽ PCOD എന്നെ പറ്റി. അപ്പോൾ ആ ഒരു മേഖലയെ പറ്റി അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്ന ആ ഒരു വലിയൊരു പ്രശ്നത്തെ പറ്റി നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ ഇന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷേ പാട്ടുകൾക്ക് ശേഷമാണ് കേട്ടോ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. നമ്മോടൊപ്പം ഇന്ന് SK ജംഗ്ഷനിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അക്കാപ്രിയ വർഗീസ് ആണ്. ഡോക്ടർ, നമ്മൾ സ്ത്രീകളിലെ ഹോർമോണൽ ഇംബാലൻസിനെ പറ്റിയാണ് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ ഈ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർത്തിട്ടുണ്ട്. പക്ഷേ ഇനി അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. സ്ത്രീകളിൽ ഇപ്പോൾ പലർക്കും കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുന്നത് അതിന്റെ ഒരു റിസൾട്ട് പലപ്പോഴും ഇപ്പോൾ PCOD അല്ലെങ്കിൽ PCOS എന്ന് പറയുന്ന കാര്യമാണ്. സോ ശരിക്കും പേഴ്സണലി എനിക്കുള്ള കുറച്ച് നാൾ മുൻപ് വരെയുള്ള ഒരു ഡൗട്ട് തന്നെയായിരുന്നു, ഇത് രണ്ടും ഒന്ന് തന്നെയാണോ എന്നുള്ളത്. ശരിക്കും ഇത് രണ്ടും രണ്ടാണോ ഡോക്ടർ, അതോ ഒന്നാണോ? അത് നമ്മൾ ആക്ച്വലി ഇതിപ്പം ഒരു സ്പെക്ട്രത്തിന്റെ ഒരു ഭാഗങ്ങളായിട്ട് വരും. മനസ്സിലായി? കുറച്ചുകൂടെ കൺഫൈൻഡ് ആയിട്ട് PCOD പറഞ്ഞാലും കുറച്ചുകൂടെ ഒരു ഹോൾ ബോഡി എഫക്ട് ചെയ്യുമ്പോൾ PCOS എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സ്പെക്ട്രത്തിന്റെ തന്നെ ഒരു വൺ എൻഡ് ടു ദി അതർ എൻഡ് പോകുന്ന പോലത്തെ രണ്ട് കണ്ടീഷനാണ് PCOSും PCOD. അപ്പോൾ ഞങ്ങൾ കൂടുതലും PCOS എന്നായിരിക്കും പറയുന്നത് നമുക്ക് അത്രയും വരുമ്പോഴത്തേക്ക്. ഓക്കെ, അപ്പോൾ ഒരു തോണിയിലെ യാത്രക്കാർ തന്നെയാണ് അല്ലേ? ശരി ശരി. അപ്പോൾ ഈ രണ്ടിന്റെയും ഒരു പ്രത്യേകത എങ്ങനെയാണ്? ഇത് രണ്ടിന്റെയും ഏകദേശം എല്ലാം ഫീച്ചേഴ്സ് എല്ലാം ഒന്നാണ്. അപ്പോൾ നമ്മൾ ഇതിനെ രണ്ടായിട്ട് കാണേണ്ട ആവശ്യമില്ല. നമ്മളിതിനെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഒന്നായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഒരു ഇത് പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഈ PCOD PCOS എന്നൊക്കെ പറയുമ്പോൾ വളരെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഇതിൻ്റെ അഫക്റ്റഡ് ആണ്. പിന്നെ ഇതിന് യൂട്രൈനും അല്ലെങ്കിൽ ഗർഭാപാത്രത്തിനോ അല്ലെങ്കിൽ അണ്ടാശയത്തിനോ മാത്രമല്ല ഇതിൻ്റെ എഫക്ട്സ്. ഒരു PCOD എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവറി കണ്ടു കഴിഞ്ഞാൽ അതിന് PCOS ആകുന്ന ഒരാൾക്ക് അതിന് ഹോൾ ബോഡിയിൽ അതിന് പ്രശ്നങ്ങളുണ്ടാകാം. അപ്പം ഇൻസുലിൻ്റെ മെറ്റബോളിസത്തിന് പ്രശ്നം ഉണ്ടാകാം. അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ മെക്കാനിസത്തിൽ കയറിയ ഈ ഒരു ടോക്കിൽ നിൽക്കില്ല. അത്രയ്ക്ക് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു സിസ്റ്റം അതിനകത്ത് ഇനിയും കുറേ ഭാഗങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അത്രയ്ക്കൊരു റിസർച്ച് നടക്കുന്ന ഒരു ഏരിയയാണ് PCOS എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് 3 കാര്യം വെച്ചിട്ടാണ് ചെയ്യുന്നത്. 1, മെൻസ്ട്രൽ അബ്നോർമാലിറ്റീസ് പേഷ്യൻ്റ് കാണണം. 2, ഈ മെയിൽ ഹോർമോൺസിന്റെ ആധിപത്യം ആ ശരീരത്തിൽ കാണണം. 3, നമ്മൾ സ്കാനിലുള്ള ഫൈൻഡിങ്സ് ആണ്. നമ്മൾ പലപ്പോഴും നമുക്ക് പ്രശ്നം വെച്ചാൽ എന്തിനെങ്കിലും ഒരു സ്കാൻ ചെയ്യുമ്പം ഓവറിക്കകത്ത് ഇങ്ങനെ കുമിളകൾ കണ്ടു എന്നും പറഞ്ഞ് ആളുകൾ വരും, അയ്യോ PCOD ആയെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം കൊച്ചു പിള്ളേരായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അതൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല. നമ്മൾ സ്കാൻ മാത്രം വെച്ച് ഒരിക്കലും ഒരു പേഷ്യന്റ് PCOD PCOS ഒന്നും പറയത്തില്ല. മനസ്സിലാകുമ്പോൾ അത് PCO മോർഫോളജി എന്ന് ഓവറിന്നേ പറയത്തുള്ളൂ. അപ്പം അതൊരു ഡിസീസ് പ്രോസസ് അല്ല. ബാക്കി എല്ലാം കൂടെ ഉണ്ടെങ്കിൽ, അതായത് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസും അമിത രോമം അല്ല അങ്ങനത്തെ തല മുടിയുടെ ഇച്ചിരി കുറവോ അങ്ങനെ എന്തെങ്കിലും മെയിൽ പാറ്റേൺ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അതിൻ്റെ കൂട്ടത്തിൽ മാത്രമേ നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പം മെയിൻ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് മെൻസ്ട്രൽ ഞാൻ നേരത്തെ പറഞ്ഞു എന്തൊക്കെയാണ് മെൻസ്ട്രൽ അബ്നോർമാലിറ്റീസ് കാണുന്നത് നമ്മൾ നേരത്തെ സംസാരിച്ചു. അതുപോലെ രോമ വളർച്ച അമിതമായി വരിക, അതായത് സാധാരണ ആണുങ്ങൾ പുരുഷന്മാരിൽ കാണുന്ന പോലെ രോമ വളർച്ച സ്ത്രീകളിലും കൂടെ വരുമ്പോഴാണ് നമ്മൾ ഒരു ആൻഡ്രോജനിക് എഫക്റ്റ് ഉണ്ടെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആണുങ്ങളിൽ കാണുന്ന പോലെ തലമുടി കുറവുണ്ടെങ്കിൽ അതിനെ നമ്മൾ അങ്ങനെ പറയും. അങ്ങനെ ആ ടൈപ്പുള്ള ആൻഡ്രോജൻ ഹൈപ്പർ ആൻഡ്രോജൻസ് എന്ന് പറയും, അതുള്ളവർക്കോ ഇതിൻ്റെ കൂട്ടത്തിലോ ഇതിൻ്റെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ഏതിലെ ഒന്നുമായിട്ട് എങ്കിലും നമുക്ക് അണ്ടാശയത്തിലെ ഫൈൻഡിങ്സ് കൂടെ വരുമ്പോഴാണ് നമ്മളൊരു പേഷ്യന്റിന് ഇതുണ്ടെന്ന് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ കോംപ്ലക്സ് മെറ്റബോളിസം ആണുള്ളത്. ഇതിൻ്റെ ബേസിക് കാര്യം ഈ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇതിൻ്റെ മാനേജ്മെന്റ്. നമ്മൾ എക്സസൈസ് ചെയ്യുക. നമ്മുടെ അമിതവണ്ണം നമ്മൾ കുറച്ചേ പറ്റൂ. ആ ഹോർമോൺസ് അതിനകത്ത് ഉണ്ടാകുന്നത്, ഈ അമിതവണ്ണം കൊണ്ട് ഞാൻ ഹോർമോൺസ് ഉണ്ടാകുന്നതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. നമ്മുടെ ബോഡിക്കകത്ത് എക്സ്ട്രാ ഈസ്ട്രോജൻസ് എല്ലാം ഉണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസും ഉണ്ടാക്കും. മനസ്സിലായി? ഈ അമിതവണ്ണം കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുമ്പം ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് പിന്നെയും PCOD കൂട്ടും. മനസ്സിലായോ? അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നമ്മൾ വീണ്ടും അതിനെ കാര്യം വഷളാക്കിക്കൊണ്ടിരിക്കുക.
അപ്പം നമ്മൾ വെയിറ്റ് കുറച്ചേ പറ്റും. അപ്പം ഈ പറഞ്ഞു ബേസിക് മെക്കാനിസം ആര് PCO കണ്ടിലും പേടിക്കണ്ട, വെയിറ്റ് കുറയ്ക്കുക. വെയിറ്റ് കുറച്ചാൽ ഭയങ്കര വ്യത്യാസമാണ്. ഒരു 5-10% വെയിറ്റ് കുറച്ചാകുമ്പോൾ നല്ല എഫക്റ്റ് ഉണ്ടാവും. ഭയങ്കര വ്യത്യാസം നമ്മുടെ മെറ്റബോളിസത്തിനുണ്ടാവും. പിന്നെ അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഷുഗറിനുള്ള ടെൻഡൻസി കുറയും വെയിറ്റ് കുറയ്ക്കുമ്പോൾ. പിന്നെ ഞാൻ നേരത്തെ അതെല്ലാം പറഞ്ഞതാണ്. പിന്നെ അടുത്ത് നമ്മുടെ ഡയറ്റ്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഹെൽത്തി ഡയറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഡയറ്റ് റെസ്ട്രിക്ഷനിലോട്ട് ഇച്ചിരി പോകണം. ഡയറ്റ് നമ്മുടെ ബോഡി വെയിറ്റ് അനുസരിച്ചുള്ള ഡയറ്റ് റെസ്ട്രിക്ഷൻ നമുക്ക് വേണം. പിന്നെ മെഡിക്കേഷൻസ്, അത് ഡെഫിനറ്റ്ലി നമ്മൾ ആരും ഒറ്റയ്ക്ക് എടുക്കാൻ എക്സ്പെക്റ്റഡ് അല്ല. അത് നമ്മുടെ ആവശ്യം അനുസരിച്ച് ഗൈനക്കോളജിസ്റ്റുകാർ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എൻഡോക്രൈനോളജിക്കാർ അത് ആവശ്യം അനുസരിച്ച് നമ്മൾ തരുന്നത്. ഓരോരുത്തരുടെയും ബോഡിക്ക് ഓരോ ആവശ്യമായിരിക്കുമല്ലോ, അപ്പോൾ അതനുസരിച്ച് നമ്മൾ തരും. പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നമ്മൾ അതിനൊരു എന്താ പറയണ്ടേ, ഈ പറഞ്ഞ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ ആ ഒരു വാക്കിംഗ് എക്സസൈസും എന്ത് എക്സസൈസ് ആയാലും ശരി കണ്ടിന്യൂസ്ലി പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ. ഇപ്പോൾ എനിക്ക് കേട്ടതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ടതായിട്ട് എല്ലാവരോടും പറയാനുള്ളത് ഫോക്കസ് ഓൺ BMI അല്ലേ? ഫോക്കസ് ഓൺ BMI. അത് മാത്രമല്ല, ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു മെയിൻ കോസ് PCO ആണ്, മനസ്സിലായോ? അപ്പോൾ അത് വരുമ്പോഴും നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ നമ്മൾ ചെയ്ത് നമ്മുടെ ഓവറി സ്റ്റിമുലേറ്റഡ് ആവത്തില്ല, ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ അതിന്റെ ചികിത്സ ശരിക്കും നല്ലൊരു പ്രഗ്നൻസി ആവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് കുറച്ചിട്ട് വേണം ഓവുലേഷൻ ഇൻജെക്ഷൻ പോലും എടുക്കാൻ. അപ്പോൾ നല്ല എഫക്റ്റ് ഉണ്ടാവും. നൈസ്, കൊള്ളാം. അപ്പോൾ ആ ടിപ്പൊക്കെ മനസ്സിൽ വെച്ചോളൂ കേട്ടോ. ആൻഡ് ബോഡി മാസ് ഇൻഡെക്സ് ഏറ്റവും കൃത്യമായിട്ട് തന്നെ ഫോക്കസ് ചെയ്യുക. അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകുന്നു. പാട്ടിന് ശേഷം നമ്മൾ തിരിച്ചെത്തും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി നമ്മൾ അറിയാറുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കൂ SK ജംഗ്ഷൻ, കൂടെയുള്ള തന്നെയാണ്. യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. Once again, welcome back to SK Junction only on സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം, കൂടെയുള്ള തന്നെയാണ്. ആൻഡ് നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അക്കാപ്രിയ വർഗീസ് ആണ്. ഡോക്ടറെ, നമ്മൾ സ്ത്രീകളിൽ കണ്ടുവരുന്ന ഹോർമോണൽ ഇംബാലൻസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് PCOS എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്, എന്താണ് എന്നുള്ളത് നമ്മൾ കുറച്ച് മുൻപേ സംസാരിച്ചു. എങ്കിലും ഇനി ട്രീറ്റ്മെന്റിന്റെ വശത്തിലേക്ക് വരികയാണെങ്കിൽ, ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ ഇമ്പാക്ട്സ് ആണ് ഒരു സ്ത്രീയിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്? അതൊരു വേറെ പേർട്ടിനന്റ് ക്വസ്റ്റ്യൻ. എന്ന് വെച്ചാൽ നമ്മളുണ്ടല്ലോ, കുറച്ച് പേർക്കൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഒരു ഏജ്ഡായി 30, അവർക്ക് പിള്ളേരൊക്കെ ആയി, ഇൻഫെർട്ടിലിറ്റി പ്രശ്നമില്ല. പക്ഷെ അവർക്ക് ചെറിയ മെൻസ്ട്രുവേഷൻ, അവർക്ക് അത് വലിയ പ്രശ്നമില്ല. എന്നാൽ പിന്നെ നമ്മൾ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ പോരെ? ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. ബിക്കോസ് ഇതിന് ലോങ് ടേം എഫക്ട്സ് ഒത്തിരി ഉണ്ട്. ഞാൻ പറഞ്ഞു ഹോർമോൺസ്, ഈ നമ്മുടെ ശരീരത്തിൽ അണ്ടാശയത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഹോർമോൺസ് എല്ലാം ഫാറ്റിലുണ്ടാവും. അത് നമുക്ക് എക്സ്ട്രാ ആണ്. ഈ എക്സ്ട്രാ ഫൈനലി വരുമ്പോൾ നമ്മുടെ യൂട്രസ് ഇപ്പോൾ ആക്ട് ചെയ്തിട്ട് അത് ഫൈനലി യൂട്രൈൻ ക്യാൻസർ പോലത്തെ വലിയ വലിയ അസുഖത്തിലേക്ക് നമ്മൾ നീണ്ടെടുക്കും. അപ്പോൾ ഇപ്പം നമുക്ക് പ്രശ്നമില്ല. ഒരു 5-10 വർഷം അല്ലെ 10-15 വർഷം കഴിയുമ്പോൾ നമ്മൾ ക്യാൻസറിനെ ഇങ്ങനെ മാടി വിളിക്കുക. അപ്പം അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട. പക്ഷെ ഇപ്പോൾ നമ്മൾ നമ്മുടെ വണ്ണമൊക്കെ ഒന്ന് കുറയ്ക്കാമെങ്കിൽ ആ 15 വർഷം വരാതിരിക്കാൻ ക്യാൻസർ നമ്മൾ ഓടിച്ചു വിടാൻ പറ്റും. മനസ്സിലായില്ല? അതൊരു വലിയ നേട്ടം. നമ്മുടെ ഇന്നത്തെ കാലത്ത് ക്യാൻസർ കൂടുന്നു എന്ന് പറയുമ്പം നമുക്കൊരു ക്യാൻസറിനെ നമ്മുടെ ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും, നമ്മുടെ വണ്ണം ഒന്ന് കുറച്ചാൽ, അമിതവണ്ണം കുറച്ചാൽ. അപ്പോൾ അതൊരു വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മൾ ഒരിക്കലും ആരെയും ബോഡി ഷേമിങ് ഉദ്ദേശിച്ചിട്ടല്ല, പക്ഷേ ഹെൽത്ത് വൈസ് നമ്മൾ വണ്ണം കുറച്ചേ പറ്റൂ. പിന്നെ അടുത്ത മാത്രമല്ല, നമ്മൾ വണ്ണം എല്ലാം കുറയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഈ PCO ഒക്കെ അൺകൺട്രോൾ ആയിട്ട് പോകുമ്പോൾ ഡയബറ്റിസ് വരും. ബിക്കോസ് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇൻസുലിൻ മെറ്റബോളിസമായിട്ട് ഡയറക്റ്റ്ലി ലിങ്ക്ഡ് ആണ് ഈ സംഭവം. അത് നമുക്ക് ആ ഒരു കോംപ്ലിക്കേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ പോലും ഈ PCO ഉള്ളവർക്കെല്ലാം ഡയബറ്റിസ് വരും. അത്ര കോമൺ, ഇന്റർലിങ്ക്ഡ് ആണിത്. അപ്പൊ ആ ഷുഗറിന്റെ കോംപ്ലിക്കേഷൻസ് വേറെ, ഡയബറ്റിക് നെഫ്രോപ്പതി, ഡയബറ്റിക് റെറ്റിനോപ്പതി. അപ്പൊ ഇത് നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് നമ്മുടെ ഒരു സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, നമുക്ക് അഡിപ്പോസ് ടിഷ്യൂ കുറയ്ക്കുക എന്നുള്ളതാണ്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഹെൽത്തി ഡയറ്റും കൂടെ നോക്കുമ്പം ഒരു പരിധി വരെ നമുക്ക് ഡയബറ്റീസ് എന്നുള്ള കോംപ്ലിക്കേഷൻ പ്രിവെന്റ് ചെയ്യാൻ താമസിപ്പിക്കുകയോ വരുത്താതിരിക്കുകയോ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് അതിന്റെ കോംപ്ലിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യാം. പിന്നെ ഇതിന്റെയും കൊളസ്ട്രോൾ ആണ് അടുത്ത ഫാറ്റ് കൂടിക്കഴിഞ്ഞാൽ അതും കുറയ്ക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് കുറയും. സോ മനസ്സിലായി? അപ്പൊ നമ്മളൊരു ചെറിയൊരു മോഡിഫിക്കേഷൻ നമ്മുടെ ജീവിതത്തിൽ വരുത്തി കഴിഞ്ഞാൽ, ഒരു നിഷ്ഠയോടെ ഒരു എക്സസൈസും ഒരു ആഹാരക്രമത്തിലും നമ്മളൊരു നിയന്ത്രണവും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ നമുക്ക് ഒരുപാട് നമ്മുടെ പരിധിക്കുള്ളിൽ വരും. ഇന്നത്തെ ലോകത്ത് നമ്മൾ എസ്പെഷ്യലി നമ്മൾ ക്യാൻസർ കൂടുന്നു, അറ്റാക്ക് കൂടുന്നു എന്നൊക്കെ പറയുന്ന ഈ ലോകത്ത് നമുക്ക് അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മെസ്സേജ് ആയിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഓക്കെ ഡോക്ടർ. സോ നമ്മൾ കുറച്ച് മുൻപേ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും കണക്റ്റഡ് ആണ് നമ്മുടെ ബോഡിയിലെ. സോ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു നല്ല കാര്യം അത് പിന്നെ എപ്പോഴെങ്കിലും
എന്തെങ്കിലും നമ്മുടെ ബോഡിയിലേക്കാണെങ്കിലും നമ്മുടെ ഇപ്പോൾ ലൈഫിൽ പറയുമല്ലോ കർമ്മ ഈസ് എ ബൂമറാങ് എന്ന് പറയുന്ന പോലെ നമ്മളിപ്പോൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നമ്മുടെ നല്ലൊരു ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ഡെഫിനറ്റ്ലി നമുക്കത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതിനൊരു റിസൾട്ട് നമ്മുടെ ബോഡിക്ക് തന്നെ അത് കൃത്യമായിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമുക്കും ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. സോ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും BMI കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, അമിതവണ്ണം കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓഫ് കോഴ്സ് മെഡിസിൻ ഇടയ്ക്ക് കയറുവാണ്. നമ്മൾ പ്രിസ്ക്രൈബ് മെഡിസിൻസ് അതിൻ്റെ രീതിയിൽ പോകണം. നമ്മൾ ഈ കൊടുക്കുക ഒരു കാര്യം ഞാൻ വിട്ടുപോയി, ഇതിനൊക്കെ നമ്മൾ മെഡിസിൻസ് തരുവാണെങ്കിൽ മിക്കവാറും അത് ഹോർമോൺസ് ആയിരിക്കും. ഹോർമോൺസ് തരാൻ സാധ്യതയുണ്ട്. അത് ഒരു കറക്റ്റ് രീതി കഴിച്ചില്ലെങ്കിൽ നമുക്ക് ഫലം ചെയ്യത്തില്ല. പല ആൾക്കാർ ഇത് കുറച്ച് 10 ദിവസം കഴിയുമ്പോൾ ബ്ലീഡിംഗ് ഒക്കെ കുറയും, അവരേക്കും നിർത്താം. അങ്ങനെ 21 ദിവസം വരെ 3 മാസത്തേക്ക് തരുന്ന മെഡിസിൻ ആയിരിക്കും. നിർത്തി കഴിഞ്ഞാൽ ഗുണത്തേക്കാറേറെ ദോഷമായിരിക്കും. അപ്പൊ തരുന്ന മെഡിക്കേഷൻ കറക്റ്റ് രീതിയിൽ കഴിച്ച് ഒരു ഗുളിക മാറിയാൽ പോലും പ്രശ്നങ്ങൾ വരാം, നമുക്ക് ബ്ലീഡിംഗ് പ്രശ്നം വരും. അപ്പൊ നമ്മൾ ആ കറക്റ്റ് രീതിയിൽ പോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അപ്പൊ എന്തായാലും ഡോക്ടറുടെ ഈ ഒരു അഡ്വൈസോട് കൂടി നമ്മൾ ഇന്ന് SK ജംഗ്ഷൻ പതുക്കെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. ഇന്നത്തെ ഈ ഒരു 2 മണിക്കൂർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങൾ തന്നെയായിരുന്നു. എന്നെ സംബന്ധിച്ച് എനിക്ക് കുറേയധികം കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റി. ഓഫ് കോഴ്സ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് പല തെറ്റിദ്ധാരണകളും മാറ്റാനായിട്ട് പറ്റിയിട്ടുണ്ടായിരിക്കും. സോ ഓൾ താങ്ക്സ് ടു ഡോക്ടർ അക്ക പ്രിയ വർഗീസ്. താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഡോക്ടറുടെ ലൈഫിൽ നമുക്കറിയാം തിരക്കുകൾ, ആ ഒരു ലൈഫിലും ഇത്രയും ഒരു സമയം നമുക്ക് വേണ്ടി മാറ്റിവെക്കാനായിട്ട് ഒരു മനസ്സുണ്ടായതിനും ഒരുപാട് സന്തോഷം. നമ്മുടെ ഡോക്ടറിനെ വീണ്ടും ഒന്ന് പരിചയപ്പെടുത്താണ്. ഏകദേശം 21 വർഷങ്ങളായിട്ട് ഈ ഒരു ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗ്രേറ്റ് ഡോക്ടറാണ് നമ്മുടെ സ്വന്തം അക്ക പ്രിയ വർഗീസ് എന്ന് പറയുന്നത്. സോ ഏകദേശം 3 വർഷങ്ങളായിട്ട് നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഡോക്ടറെ. അപ്പൊ ഇനിയും കുറേയധികം കോൺട്രിബ്യൂഷൻസ് ഇതുപോലെ നമുക്ക് നൽകാനായിട്ട് ഡോക്ടർക്ക് കഴിയട്ടെ. ഒപ്പം തന്നെ ഒരുപാട് സന്തോഷം, സ്നേഹം. ഓക്കെ, താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കൂ. ഇനിയും സോങ് സ്റ്റഡി വരാനായിട്ട് പോകുന്നുണ്ട്. ഇഷ്ടപ്പെട്ട പാട്ടുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ. സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.